ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്തായി തൃക്കാക്കര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3700 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1740 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 3.5 കിലോമീറ്ററും തൃക്കാക്കര ടെമ്പിളിലേക്ക് 1.5 കിലോമീറ്ററും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 1 കിലോമീറ്ററും കൂടാതെ ഭാരത് മാതാ കോളേജിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കണ്ടംപററി മോഡൽ ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി വന്നിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 SUV കാറുകൾ ഒരേ സമയം ഇടത്തക്കവണ്ണം വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് വീടിൻ്റെ മുറ്റം മുഴുവനായി തന്നെ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2-3 പേർക്കൊക്കെ സുഖമായി ചേർത്തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റ് ഔട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പുതിയ മോഡലിലുള്ള വലിയൊരു ഫ്രഞ്ച് വിൻഡോ തന്നെയാണ് വീടിൻ്റെ എൻട്രൻസിലായി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ലിവിങ് സ്പേസ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. വാൾപേപ്പറൊക്കെ കൊടുത്ത് ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം. മൾട്ടിവുഡിൽ തീർത്ത വളരെ ഭംഗിയുള്ളൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമാക്കി തന്നെയാണ് ഈ ഏരിയയിൽ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെ വളരെ ഭംഗിയാക്കി തന്നെയാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ലൈറ്റ് മിററും ജാഗ്വർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. വാം കളറിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. വുഡൻ ഷെയ്ഡിലുള്ള മാറ്റ് കളർ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പ് വരെ എത്തിച്ചുകൊണ്ട് വളരെ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ അടുക്കള കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലായി കാണാവുന്നതാണ്. കിച്ചന് പുറമെ ഇവിടെ വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയും ബിൽഡർ നൽകിയിട്ടുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇവിടിൻ്റെ വർക്ക് ഏരിയയിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഈ റൂമിൽ കാണാനാവുന്നത്. വുഡൻ ഫിനിഷൊക്കെ കൊടുത്തുകൊണ്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ളൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കടന്നു ചെല്ലാം. സ്റ്റെപ്പുകൾക്കായി ഇവിടെ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ GI ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലും നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ വുഡൻ ഫിനിഷ് ലഭിക്കുന്ന നല്ലൊരു സീലിംഗ് ഡിസൈനൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. 1ാം നിലയിലേക്ക് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും മറ്റും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെറിയൊരു സ്റ്റഡി ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ റൂമിലും നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. ബെഡ്റൂം സ്റ്റോറേജിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ബിൽഡർ ഇവിടെ ചെയ്തിട്ടില്ല. മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ റൂമിലും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3,700 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,740 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.